കായംകുളത്ത് ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിന് തീ പിടിച്ചു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. ദേശീയപാതയിൽ കായംകുളം MSM കോളേജിന് സമീപമാണ് അപകടമുണ്ടായത്. തീപിടുത്തത്തിൽ ആർക്കും പരിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസം നൽകുന്നത്. അവിടെ നിന്നുള്ള ചില പ്രതികരണങ്ങളിലേക്ക് ആദ്യം. ആ സൈഡ് ആൾക്കാരെ എല്ലാം ഇറക്കിയതിന് ശേഷം മാക്സിമം നമ്മൾ സൈഡ് അടുപ്പിച്ച് ഇട്ട് കൊടുത്തത് വണ്ടി പോലെ എന്താണ് ഫ്രണ്ടിൽ നിന്നാണ് വന്നത്. ആദ്യം സൈലൻസർ കൂടെ പോകുന്ന കണ്ടപ്പോഴേ വണ്ടി സൈഡ് നോക്കും. ആ സിഗ്നലിൽ വെച്ചാൽ സംഭവം ഉണ്ടായിരുന്നു. ചെറിയ ഒരു ഒരച്ചിലിൻ്റെ പോലൊരു സൗണ്ട് ഇങ്ങോട്ട് എടുത്തപ്പോൾ വന്നു. വണ്ടി എറണാകുളം. രഘുദ നാരായൺ വിവരങ്ങളുമായിട്ട്. രഘു, ആർക്കും പരിക്കില്ല എന്നുള്ളത് അത്രമേൽ ആശ്വാസം നൽകുന്നതിനൊപ്പം അത്ഭുതകരം കൂടിയാണ്. എല്ലാവരും ഒരു പരിക്കുമില്ലാതെ രക്ഷപ്പെട്ടു എന്നുള്ള കാര്യം. എങ്ങനെയാണ് ഈ KSRTC ബസ്സിൽ തീപിടുത്തമുണ്ടായത്? എങ്ങനെയാണ് ഈ ആളുകളെ യാതൊരു പരിക്കുമില്ലാതെ ഇവരെ ബസ്സിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്? എങ്ങനെയാണ്? ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകും ആ അപകടത്തിന്റെ ഒരു തീവ്രത. റോഡിന് നടുക്ക് നിന്ന് ഒരു KSRTC ബസ് നിന്ന് കത്തുകയാണ്. ആ കണ്ടക്ടർ പറഞ്ഞതുപോലെ തന്നെ ഈ കരുനാഗപ്പള്ളിയിൽ നിന്ന് തോപ്പുംപടിയിലേക്ക് പോയ KSRTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഈ ഒരു നമ്മൾ ഇരട്ട വണ്ടി എന്നൊക്കെ പറയുന്നത് പോലെ അല്പം നീളം കൂടിയ ഒരു ബസ്സാണ്. അത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാവും. ഈ കായംകുളത്ത് MSM കോളേജിന് സമീപം വെച്ച് ആളുകളെ ഇറക്കുന്ന സമയത്താണ് വാഹനത്തിന് മുമ്പിൽ നിന്ന് ചെറുതായിട്ട് തീ പുക ഉയരുന്നത് ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ ഇവർ അതിലുണ്ടായിരുന്ന യാത്രക്കാരെ വേഗത്തിൽ പുറത്തിറക്കി. ഇതിന് പിന്നാലെ ബസ് അങ്ങ് ആളി കത്തുകയായിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം എത്ര വലിയൊരു അപകടമാണെന്നുള്ളത്. ബസ് നിന്നങ്ങ് കത്തുകയാണ്. അവിടെ അടുത്ത് തന്നെയാണ് ഫയർഫോഴ്സിന്റെ യൂണിറ്റ് ഉള്ളത്. വളരെ വേഗത്തിൽ തന്നെ ഫയർഫോഴ്സ് എത്തി ഏറെ ഒരു 15 മിനിറ്റോളം ശ്രമപ്പെട്ടാണ് ഈ തീ അണച്ചത്. സ്വാഭാവികമായി തന്നെ ഈ ദേശീയപാത ആയതുകൊണ്ട് തന്നെ ആ സമയത്ത് അതുവഴി ഗതാഗതമൊന്നും വാഹനങ്ങളൊന്നും കടത്തിവിട്ടിരുന്നത്. അതുകൊണ്ട് ചെറിയ ഗതാഗത കുരുക്കം ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോൾ തീ പൂർണ്ണമായും അണഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഇരുമ്പായതിനാൽ വാഹനം റോഡിന്റെ നടുക്ക് നിന്ന് വശത്തേക്ക് മാറ്റാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഈ ഒന്ന് ആറിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ വാഹനം ദേശീയപാതയുടെ നടുക്ക് നിന്ന് വശത്തേക്ക് മാറ്റുകയുള്ളൂ. ആർക്കും പരിക്കേറ്റില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. രഘു, ഇത് എവിടെ നിന്ന് എങ്ങോട്ടേക്ക് പോകുന്ന KSRTC ബസ്സായിരുന്നു? ഇപ്പം തന്നെ എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായതെന്നതിനെ പറ്റി എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ ഈ ആദ്യ സമയമാണ് എങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? അക്ഷയ, കരുനാഗപ്പള്ളിയിൽ നിന്ന് തോപ്പുംപടിക്ക് പോയ ഓർഡിനറി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. നമ്മൾ തിരുവനന്തപുരത്തും എറണാകുളത്തും ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഈ വലിയ ഒരു ബസ്സിന്റെ പുറകിലായിട്ട് ചെറിയൊരു ബസ് അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുന്ന രീതിയിൽ അത്തരത്തിൽ വലിയ നീളമുള്ള ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. യാത്രക്കാരുണ്ടായിരുന്നു. ഒരു 10-25ലധികം യാത്രക്കാർ ആ വാഹനത്തിൽ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഈ പുക ഉയരുന്നത് കണ്ട് ഡ്രൈവറും കണ്ടക്ടറും വേഗത്തിൽ യാത്രക്കാരോട് പുറത്തിറങ്ങാൻ പറയും. ഇതിന് പിന്നാലെയാണ് ബസ്സിന് പൂർണ്ണാർത്ഥത്തിൽ തീ പടർന്നത്. എന്താണ് അപകട കാരണം എന്ന് വ്യക്തമായിട്ടില്ല. നമ്മളിത് പലതവണ കണ്ടിട്ടുള്ളതാണ്. സ്വാഭാവികമായി തന്നെ ഷോർട്ട് സർക്യൂട്ട് ആണ് അത്തരത്തിലുള്ള അപകടത്തിന് കാരണമെന്നാണ് പൊതുവെ കണ്ടെത്താറുള്ളത്. പക്ഷെ എന്താണ് ഇത്തരത്തിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു പഠനമോ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. നമ്മൾ തന്നെ എത്രയോ തവണ കണ്ടിട്ടുണ്ട് കാറ് കത്തുന്നത്, ബസ് കത്തുന്നത്, അതെല്ലാം ഷോർട്ട് സർക്യൂട്ട് ആണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്നത്? വേറെ ഏതെങ്കിലും രീതിയിൽ എക്സ്ട്രാ ഫിറ്റിംഗ് കൊടുക്കുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ നിർമ്മാണ ഘട്ടത്തിൽ ഉണ്ടാകുന്ന പിഴവാണോ എന്നുള്ള കാര്യത്തിൽ കാര്യമായ പഠനങ്ങളോ വിലയിരുത്തലുകളോ ഒന്നും ഇതുവരെ നടന്നിട്ടില്ല. എന്തായാലും ഇത്തരത്തിലൊക്കെ ഉള്ള ഒരു അപകടം ഉണ്ടാകുമ്പോൾ ആളുകളുടെ ജീവൻ എത്രത്തോളം ഭീഷണിയാണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് KSRTC ബസ്സാണ്. എന്ന് മാത്രമല്ല ദേശീയപാതയിലൂടെ കടന്നു പോകുമ്പോൾ ഇത്തരത്തിൽ തീ പിടിക്കുക എന്നുള്ളത് ബസ്സിനകത്തെ ആളുകൾക്ക് മാത്രമല്ല പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് പോലും, അല്ലെങ്കിൽ അതുവഴി യാത്ര ചെയ്യുന്ന ആളുകളുടെ പോലും ജീവന് ഭീഷണിയാണ്. എന്തായാലും ഇവിടെ അത്തരത്തിലുള്ള ഒരു അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാത്തത് ആശ്വാസകരമായ കാര്യം. രഘു സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഓടുന്ന ബസ്സിന് തീ പിടിക്കുക എന്നൊക്കെ പറയുന്നത് എത്രത്തോളം പേടിപ്പെടുത്തുന്ന കാര്യമാണ്. അതായത് ഒരു പക്ഷേ നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ അത്തരത്തിലൊരു ഭയം കൂടി ഉണ്ടാകുന്ന രീതിയിലേക്കൊക്കെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ പോവുകയാണ്. പ്രത്യേകിച്ച് ഈ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുക തീ പിടിക്കുന്ന ഒരു പതിവ് സംഭവമായി മാറുന്നു. KSRTC ബസ്സിന്റെ ഒരു വാർത്ത ഇന്നിപ്പോൾ ആലപ്പുഴയിൽ നിന്ന് വരികയും ചെയ്യുകയാണ്. പക്ഷെ അവിടെ ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും ഒരു സമയോചിതമായിട്ടുള്ള ഇടപെടലിൽ 25 പേരുടെ ജീവനും ഒരു തരത്തിലുള്ള പോറൽ പോലും ഏൽക്കാതെ മറ്റൊരു തരത്തിലും ഈ ബസ് കത്തിയെന്നല്ലാതെ മറ്റ് അപകടങ്ങളൊന്നും ഇല്ലാതെ കാത്തല്ലേ?
അതെ അക്ഷയ, കാരണം സ്വാഭാവികമായി തന്നെ ഇത്തരത്തിൽ ഈ KSRTC ജീവനക്കാരുടെ ഒരു സമയോചിതമായ ഇടപെടലാണ് പലപ്പോഴും ഇത്തരത്തിൽ അപകടമുണ്ടാകുമ്പോൾ അവിടുത്തെ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ പരിക്കേൽക്കാതെ അവരെ രക്ഷപ്പെടുത്തുന്നത്. ഇവിടെയും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. ഈ ഒരു സാധാരണ ഈ വാഹനം ഓടിക്കുന്ന ആളുകളായതുകൊണ്ട് ഈ വാഹനത്തിൽ നിന്ന് വരുന്ന സൗണ്ടും അല്ലെങ്കിൽ ഒരു അസ്വാഭാവികമായ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും എന്തോ വാഹനത്തിനൊരു കുഴപ്പമുണ്ടെന്ന്. ആ കുഴപ്പമുണ്ടാകും, അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായാൽ തന്നെ അവർ ചെയ്യുക വാഹനം സൈഡിലേക്ക് ഒതുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയും അങ്ങനെയാണ് ചെയ്തത്. വാഹനം സൈഡിലേക്ക് ഒതുക്കി യാത്രക്കാരെ വേഗത്തിൽ തന്നെ പുറത്തിറക്കിയതിന് പിന്നാലെ തന്നെ വലിയ രീതിയിൽ ശബ്ദത്തോടുകൂടി തീ അങ്ങ് ആളി പടരുകയായിരുന്നു. KSRTC ജീവനക്കാരുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ടാണ് ആളുകൾക്കാർക്കും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. ഈ ബസ്സിന് മറ്റെന്തെങ്കിലുമൊക്കെ തകരാറുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു? ഇങ്ങനെ ഒരു, അതായത് തീപിടുത്തം ഉണ്ടാകുന്നില്ല, ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ള കാരണങ്ങൾ, പലതരത്തിലുള്ള കാരണങ്ങളുണ്ട് സാങ്കേതികമായിട്ട്, എങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നോ? അങ്ങനെ ഒരു കാരണമുണ്ടെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ വേണ്ടി സാധിക്കില്ല. കാരണം കരുനാഗപ്പള്ളിയിൽ നിന്ന് തോപ്പുംപടി വരെ സർവീസ് നടത്തുന്ന ബസ്സാണ്. ഏകദേശം ഒരു 100 കിലോമീറ്ററിലധികം സർവീസ് നടത്തുന്ന ഒരു ദിശയിൽ മാത്രം 100 കിലോമീറ്ററിലധികം സർവീസ് നടത്തുന്ന ബസ്സാണ്. സ്വാഭാവികമായി തന്നെ അതിന്റെ മെക്കാനിക്കൽ ജോലികളൊക്കെ KSRTC ജീവനക്കാർ നോക്കിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ബസ്, ഇത്രയും ദൂരം ഓടുന്ന ഒരു ബസ് സ്വാഭാവികമായി തന്നെ പരിശോധനകളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ അവർ സർവീസിന് വേണ്ടി വിട്ടുകൊടുക്കുകയുള്ളൂ, ആളുകളുടെ ജീവന്റെ കാര്യമായതുകൊണ്ട് തന്നെ. പക്ഷേ കാലപ്പഴക്കമൊക്കെ സ്വാഭാവികമായി തന്നെ ബസ്സുകൾക്ക് ഉണ്ടാകാറുണ്ട്. അത്തരത്തിൽ ഈ KSRTC ബസ്സുകൾക്കൊക്കെ ഈ കമ്പനി വാഹനം വന്നാൽ തന്നെയും ചില എക്സ്ട്രാ ഫിറ്റിങ്ങുകളൊക്കെ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് അവരുടെ ജോലി എളുപ്പമാക്കാനും ഒപ്പം തന്നെ ഇതിനൊക്കെ കമ്പനിയിലൊക്കെ കൊടുത്ത് സർവീസ് നടത്താൻ വലിയ കാശൊക്കെ ആകും എന്നുള്ളത് കൊണ്ട് തന്നെ KSRTC ജീവനക്കാരാണ് ഇതൊക്കെ ചെയ്യാറുള്ളത്. അങ്ങനെയൊക്കെ എന്തെങ്കിലും രീതിയിലുള്ള എക്സ്ട്രാ ഫിറ്റിംഗ് ഒരു പക്ഷേ ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ഈ ഘട്ടത്തിൽ അങ്ങനെ ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല. അങ്ങനെ സ്വാഭാവികമായി തന്നെ ഒരു സുരക്ഷിതത്വമുള്ള അല്ലെങ്കിൽ ആ വാഹനം നിരത്തിലിറങ്ങാൻ കഴിയും എന്നുള്ള ബസ്സായിരിക്കും ഇത്രയും ദൂരമുള്ള യാത്രയ്ക്കൊക്കെ വിട്ടുകൊടുക്കുക. ശരി, എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. അതായത് പലതരത്തിലുള്ള അപകടത്തിനുള്ള സാധ്യതയുണ്ടായിരുന്നു. 25 പേരുടെ ജീവന്, ഒപ്പം തന്നെ കണ്ടക്ടറും ഡ്രൈവറും ആർക്കും ഒന്നും പറ്റിയിട്ടില്ല എന്നുള്ളത് വലിയ ആശ്വാസം നൽകുന്നു. ഒപ്പം ലൈൻ കമ്പിയൊക്കെ തൊട്ടടുത്തുണ്ട്. ആ തീ പടർന്നു പിടിക്കുകയാണെങ്കിൽ, മറ്റു വാഹനങ്ങളിലേക്ക് തീ പടരുകയാണെങ്കിൽ ഇപ്പുറത്തൊക്കെ വാഹനങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത് വലിയൊരു അപകടമാണ് ഇന്നിപ്പോൾ ഈ രാവിലെ ഒഴിവായത് എന്നതിൽ പറയാതെ വയ്യ. കാരണം വൻ ദുരന്തം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു അപകടമായിരുന്നു. അവിടെയാണ് ഒന്നും ഉണ്ടാകാതെ ബസ് കത്തി നശിച്ചു. അതിനപ്പുറത്തേക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ അവസാനിച്ചിരിക്കുന്നത് വലിയ ആശ്വാസം നൽകുന്ന വാർത്ത കൂടിയാണ്. പക്ഷേ ഈ പ്പെടുത്തുന്ന അല്ലെങ്കിൽ ഭീതി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ ഇങ്ങനെ കത്തുമ്പോൾ ജീവന് തന്നെ അത് ഭീഷണിയായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. നാളെ KSRTC ബസ് കയറുമ്പോൾ അല്ലെങ്കിൽ നാളെ ഒരു വാഹനത്തിൽ കയറുമ്പോൾ ഇതിനെന്തെങ്കിലും പറ്റുമോ എന്നുള്ള ആധി, സാധാരണ നമുക്ക് വാഹനം പോയി മറ്റിടത്തിടിച്ചോ അങ്ങനെയൊക്കെ അപകടം ഉണ്ടാകുമോ എന്നുള്ള പേടിക്കൊക്കെ അപ്പുറത്തേക്ക് ഇങ്ങനെ ഒന്നുമില്ലാതെ ഒരു പ്രശ്നവുമില്ലാത്തൊരു ബസ് പെട്ടെന്നൊരു നിമിഷം അങ്ങ് കത്തുമ്പോൾ അത് ചാരമായി തീരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആധി എന്ന് പറയുന്നത് അത് വളരെ വലുതാണ്. ആ രീതിയിലേക്കൊക്കെ ഒരു പേടിപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. രഘു വിവരങ്ങളുമായി തുടരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രഘു, അവിടെയാണ് ഈ പ്രശ്നം എന്ന് പറയുന്നത്. ഇതിൽ എന്ത് സ്വീകരിക്കാനാകും, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതിന് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു വർഷമായിട്ടാണ് നമ്മളിങ്ങനെ നിരത്തുകളിൽ വാഹനങ്ങൾ, ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ ഇങ്ങനെ കത്തുന്നത് കാണുന്നത്. എപ്പോഴും തുടർച്ചയായി കാണുന്ന കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ അങ്ങനത്തെ വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പക്ഷേ ഈ പറയും പോലെ ഇത്രയും യാത്രക്കാരുമായി പോകുന്ന ഒരു ബസ്സൊക്കെ ഇങ്ങനെ കത്തുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ പേടി ഉണ്ടാക്കുന്നുണ്ട്. ഇന്നിപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, പക്ഷേ നാളെയൊക്കെ വീണ്ടും ഈ അപകടം ഉണ്ടാകുമോ എന്നുള്ളൊരു ആദ്യം ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടല്ലേ? സ്വാഭാവികമായി തന്നെ അത്തരത്തിലുള്ള ആദി ജനങ്ങൾക്കുണ്ടാവും. വളരെ ആളുകൾ എപ്പോഴും ഉപയോഗിക്കുന്ന, യാത്ര ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ് KSRTC, അല്ലെങ്കിൽ ഏത് വാഹനമാണെങ്കിലും അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കത്തുന്നു എന്നുള്ളതിന്റെ കാരണം എന്താണ് എന്നുള്ള കാര്യത്തിൽ മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റോ അതുമായി ബന്ധപ്പെട്ട ആളുകളാണ് അത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയും എന്താണ് ഇത്തരത്തിൽ ഇടയ്ക്കിടയ്ക്ക് തീ ഉണ്ടാകാനുള്ള കാരണം. ഇപ്പൊ KSRTC ബസ്സിന് മാത്രമല്ല, വില കൂടിയ സ്വകാര്യ കാറുകൾക്കൊക്കെ ഇത്തരത്തിൽ തീപിടുത്തമുണ്ടായി. കഴിഞ്ഞ ദിവസം ഇവിടെ ദേശീയപാതയിൽ ആലപ്പുഴയിൽ തന്നെ കരുവറ്റായിൽ ഒരു വില കൂടിയ കാറിന് ഇത്തരത്തിൽ തീപിടിക്കുകയുണ്ടായി. ആ യാത്രക്കാർ വേഗത്തിൽ ഇറങ്ങിയത് കൊണ്ടാണ് അപകടം ഒഴിവായത്. ഇത്തരത്തിൽ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നുണ്ട്. അതിനെന്താണ് കൃത്യമായ കാരണമെന്നും അതെങ്ങനെ പരിഹരിക്കാനാകും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടതും ഭരണകൂടം അതിനുവേണ്ടിയുള്ള ഉത്തരവാദിത്വം കാണിക്കേണ്ടതും. മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളത് ആശ്വാസം നൽകുന്നു. പക്ഷേ എവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു ജാഗ്രത നമ്മൾ സ്വീകരിക്കേണ്ടത്? ഇതിപ്പോൾ വാഹനത്തിൽ ടിക്കറ്റ് എടുത്ത് കയറുന്ന ഒരു യാത്രക്കാരൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അപകടമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെയാണ് ജാഗ്രത പാലിക്കേണ്ടത്, എവിടെയാണ് ഒരു മാറ്റം ഉണ്ടാകേണ്ടത് എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ കൂടി ഉയരുന്നുണ്ട്. പക്ഷെ ഇവിടെ മറ്റ് പ്രശ്നങ്ങളും ഒന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇപ്പോൾ